പറയാം, മലയാളത്തിൽ പറയാല്ലേ? മലയാളത്തിൽ മതിയാ? ഞങ്ങൾ റുവ ധ്യാനത്തിൽ പോകണ നമുക്ക് നമ്മൾ ജോർജ് ബ്രദറാണ് ആദ്യം നമ്മുടെ വീട്ടിൽ വരുന്നത്. നമ്മൾ റോഡിലിരിക്കുന്ന ജോർജ് ബ്രദറാണ് 2-3 പ്രാവശ്യം വിളിച്ച്. അപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, ഇത് കത്തോലിക്ക സഭയാണ് അത് വേറെ സഭയാണ് ഒരു സംശയം. അപ്പോൾ ജോർജ് ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു, കുടുംബം മൊത്തം പ്രാർത്ഥിച്ചു, കുഞ്ഞിപ്പിള്ളേരും പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതങ്ങളായി നമ്മളെ കുടുംബത്തിൽ ഭയങ്കര ഒരു സന്തോഷമായി. ഞങ്ങൾ 4 പ്രാവശ്യം ഇങ്ങനെ നീക്കി വെക്കണം, പോകാൻ പുറപ്പെടുമ്പോൾ പിന്നെ പെൻഡിങ്ങാവും. പിന്നെ ഒരു ദിവസം കാണാം, നമ്മൾ പുറപ്പെട്ടിട്ടില്ല, അപ്പം തന്നെ ഫോൺ പറഞ്ഞു, ജോർജ് ഫോൺ ആക്കുന്നത്, നിങ്ങൾ ഇന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ കൂട്ടുന്ന അനിൽ ചേട്ടൻ പറഞ്ഞൊരു പാട്ട് പാടാണെന്ന് ചോദിച്ചത്. അനിൽ ഏതാണെന്ന് നമുക്കൊരു ഡൗട്ട്, ഏത് അനിലാണ്? ഒന്ന് സിദ്ധാർ അനിലുണ്ട്, ഒന്ന് നമ്മളെ പാലക്കാട് അനിലുണ്ട്. അവർ മൈസൂരിൽ പറഞ്ഞിട്ട് അവരുടെ കാറിൽ കയറിക്കോളാണ്. അനിൽ വിളിക്കുമ്പോൾ നാളെ പോലെ പാടാൻ പോകാമെന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ നമ്മൾ നാളെ വൈഫ് കൂടി പുറത്തെ ക്ലാസ്സൊക്കെ കേട്ടു. നമ്മളെ വൈഫിന് കല്യാണം കഴിക്കുന്ന മുമ്പത്തെ വീസിങ് പ്രോബ്ലം ഉണ്ടായി. സുമാറാണ് അങ്ങനെ നമ്മളെ കല്യാണത്തിന് 24 കൊല്ലായി. ആ വീസിങ് പ്രോബ്ലം അത് ആ ധ്യാനത്തിനോട് അവൾക്ക് ഈ സ്പ്രേ അടിക്കില്ലേ വീസിങ്ങിൻ്റെ, ഇവിടുന്ന് അവിടെ നടക്കാൻ പറ്റില്ല. അത് ഭയങ്കര അത്ഭുതമായിട്ട് സൗഖ്യപ്പെട്ട് നമുക്ക് ഭയങ്കര അതിശയപ്പെട്ടു. പിന്നെ ഞങ്ങളവിടെ 2-3 പ്രശ്നങ്ങളുണ്ടായി കുടുംബത്തിൽ. നമ്മളെ മോളൊരു ആക്സിഡൻ്റ് ആയിട്ടുണ്ടായി. അതിൻ്റെ കേസൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന്, പിന്നെ ബൈക്കൊന്നും അവനെ വിടുത്താൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥ ബ്രദർ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ നേരം ബ്രദറിൻ്റെ അടുത്ത് നമുക്ക് മെസ്സേജ് കിട്ടിയത്, നിങ്ങളെ കേസൊക്കെ ക്ലിയർ ആകുമ്പോൾ ബൈക്കൊക്കെ നിങ്ങൾ കിട്ടിപ്പോയിട്ട് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് 2ാമത്തെ ധ്യാനം കുടുംബത്തിന് നമ്മൾ എല്ലാ ഏകദേശം കേസും പിന്നെ ബൈക്കിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടി. ഭയങ്കരമായിട്ടൊരു അത്ഭുതം നടന്നു. അത് ഭയങ്കരമായിട്ടൊരു 2ാമത്തെ ഒരു സാക്ഷ്യങ്ങളാണ്. 3ാമത്തത് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച പറയുമ്പോൾ നമ്മൾ 12 ലക്ഷം സെറ്റിൽമെന്റ് ആക്കി ആ സ്ഥലം മേടിച്ചു. അത് വലിയ ഒരു കുറേ ധ്യാനത്തിൽ കൂടിയിട്ട്, പക്ഷേ റുവ ധ്യാനത്തിൽ നമ്മൾ ജാസ്തി ആളുകളില്ല. നമ്മൾ 100 ആൾ 150 ആൾ നമ്മളെ ഒരു ഗ്യാതറിങ് ഉണ്ടാവും ഇവിടെ പയ്യന്നൂർ. ആന്റണി പ്രസിഡന്റ് ഓർപ്പെടുത്തുന്നുണ്ട്, അവർക്കെല്ലാം അറിയാം. കാരണം ഞാൻ ലിമിറ്റഡാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണാൻ ഇത്ര ആളെ ഉള്ളുണ്ട്. ദൈവവചനം കേൾക്കണമെങ്കിൽ 10 ആൾ മതി, ശരിക്കും കേൾക്കണമെങ്കിൽ 50, 500, 500 ആയിരം വേണമില്ല. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടാണ് ബ്രദർ ഞാൻ പറഞ്ഞു, ബ്രദർ ഇങ്ങനെ ഒരു നമുക്ക് ധ്യാന കേന്ദ്രം പണിയാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അന്നേരം ബ്രദർ പറഞ്ഞു, അത് തന്നെ ഇപ്പോൾ ബ്രദർ പറഞ്ഞ സാക്ഷ്യങ്ങൾ നമ്മൾ സ്ഥലം മേടിക്കാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റുവ ധ്യാനം സെപ്പറേറ്റ് ഒരു ധ്യാന കേന്ദ്രം നടത്താൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തിരിക്കുക. അത് നമ്മളെ എല്ലാവരും അവർ വന്ന് നിങ്ങൾ കാണാം, ഈ ധ്യാനം എങ്ങനെയാണെന്ന് നിങ്ങൾ കാണാം. എവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ഇത്ര കൊല്ലങ്ങൾ പിശാചിൽ പോലും പിന്നെ കുടുംബ വിടുതല കിട്ടലും രോഗങ്ങൾ സംഖ്യപ്പെടുത്തും. ഇത് ഭയങ്കര അത്ഭുതമായിട്ട് നമ്മൾ കണ്ട ഒരു ധ്യാന കേന്ദ്രമാണ് റുവ ധ്യാനം. നമ്മൾ പലപ്പോഴും എല്ലാ തൃശ്ശൂരിൽ നിന്നും പിന്നെ കോട്ടയത്തു നിന്നും പിന്നെ എല്ലാ ഭാഗത്തും ആൾക്കാർ വന്നിട്ടുണ്ട് ധ്യാനത്തിന്. പിന്നെ ഇങ്ങനെ ചൊരി ഉണ്ടായി 4 വർഷമായി. അത് ചൊരി ഇത് ആയിരമെന്റ് പോകും, പിന്നെയും വരും, പിന്നെയും പോകും, ഇങ്ങനെ വന്നിട്ട് പിന്നെ ആരോ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ കളിച്ചിട്ട് ഇത് വെളിച്ചെണ്ണയിൽ കുഴച്ചിട്ട് കാലിട്ടുള്ള ശരിയാവും പറഞ്ഞിട്ട് ഞാൻ അതേപോലെ ചെയ്ത് അത് കൊണ്ട് ഇൻഫലൻസിനായിട്ട് എനിക്ക് കാലെല്ലാം വായിക്കുന്ന അത് ഫുള്ള് ഇൻഫലൻസിനായിട്ട് എനിക്ക് ഫുള്ള് തീർത്തിട്ട് കിഡ്നി വർക്കാനുള്ളത് എല്ലാം നിന്ന് പോയി. പിന്നെ കാല് വന്നിട്ട് ഫുള്ള് അങ്ങനെ പോകുമ്പോൾ വെള്ളം കുടിച്ചോട്ട് പോകും. അങ്ങനെ പിന്നെ ഇവിടെ മടക്കരയിലെ പോയപ്പോൾ അത് കാലെടുക്കണം, മുപ്പത്തെ താഴെ കാലെടുക്കണം പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇവിടെ KVG ഹോസ്പിറ്റലിൽ ഇവിടെ സൂര്യ അവിടെ പോയിട്ട് അവിടെ പറഞ്ഞ് ഇത് കാലെടുക്കണം, താഴെ കാലെടുക്കണം. അങ്ങനെ പിന്നെ സാറ്റർഡേ ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിനടുത്ത് ഒരു പ്രശ്നം ചോദിച്ചു. നിങ്ങളുള്ളത് എനിക്ക് സത്യം, ഓക്കെ, ഭൂമിയിലുള്ളത് സത്യം നിങ്ങൾ, ബട്ട് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ആയിട്ടില്ല. എന്ത് പറഞ്ഞാൽ ഞാൻ പ്രശ്നം ചോദിച്ചിട്ടില്ല ദൈവത്തിൽ നിങ്ങളെ കാണണമെന്ന്. അപ്പം ഇത് ഫസ്റ്റ് ടൈം ഞാൻ ചോദിച്ച് എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് അത് ഇരിക്കട്ടെ ഒരു സ്ഥലത്ത് ഞാൻ അതിൽ ഒന്നും ചോദിച്ചിട്ടില്ല. എനിക്ക് ദൈവത്തിൻ്റെ എക്സ്പീരിയൻസ് ആവണോ, എനിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ആവണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ടായി. ലാസ്റ്റ് ഡേ വന്ന് ഇനി എന്ത് ഒരു 1/2 hour ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര
വിഷമമായി. അപ്പോൾ ബ്രദർ അതിന് മുമ്പിൽ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായി, നിങ്ങൾക്ക് ഏത് വിഷയത്തിലും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടില്ലെങ്കിൽ, എന്ത് പറഞ്ഞാൽ ഏകാഗ്രത ചെയ്യാനായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് നേടാനാവില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ട്. എന്താ പറഞ്ഞാൽ എനിക്ക് കോൺസെൻട്രേഷനെ ചെയ്യാനാവുന്നില്ല. ദൈവത്തിന് ഓർത്താൽ എൻ്റെ മനസ്സ് എവിടെയോ പോകുന്നത്. എന്നിട്ട് ഫസ്റ്റ് ഡിപ്രഷൻ ഉണ്ടായത് എന്നെ കൊണ്ട് ആയിട്ടില്ല. ഇപ്പം നിങ്ങൾ അതിന് ചെയ്താൽ മാത്രമേ എൻ്റെ മൈൻഡ് കൺട്രോൾ ആവൂ എന്ന് പറഞ്ഞിട്ട് ആ നിമിഷമാണ് എന്നെ സമർപ്പിച്ച്. ആ ലാസ്റ്റ് ബ്ലെസ്സിങ് ബ്രദർ എല്ലാവരും തൊട്ടിട്ട് ഒരു ബ്ലെസ്സിങ് ഉണ്ട് ആ സമയത്തിൽ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ദൈവത്തിനടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് 5 minutes ആയിട്ടില്ല, ഒരു 3 minutes ആയിട്ടുള്ളൂ. അപ്പോൾ ബ്രദർ എല്ലാവരും ബ്ലെസ്സിങ് ചെയ്തുകൊണ്ട് വരുമ്പോൾ എൻ്റെ മുമ്പിൽ 4 ചെയറുണ്ട്. എന്നാൽ അതിന് മുമ്പിലുണ്ട്. ആ സ്ഥലത്തിന് വരുമ്പോൾ ബ്രദർ അവിടെ ബ്ലെസ്സിങ് ചെയ്യുമ്പോൾ എനിക്ക് ബ്രദറിൻ്റെ വോയിസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ജീസസ് അവർ 4 പേരിന് തൊടുന്ന എനിക്ക് അവിടെ കണ്ട്. ആ സമയത്തിൽ എങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ചൂടുവെള്ളം അതിൻ്റെ ആവി നമുക്ക് തട്ടുമ്പോൾ ഒരു ചൂടുണ്ടാവില്ല, അതല്ല. ഇപ്പോൾ നല്ല തിളയ്ക്കുന്ന ഒരു ഓയില്, ആ ഓയിലിൻ്റെ ചൂട് നമുക്ക് തട്ടുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെ ഒരു